ഈ ഒരു വീട് നോക്കിയാൽ ഭയങ്കര ക്യൂട്ടായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ്. ടോട്ടലായിട്ട് 3 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ തിരുവനന്തപുരം നാലാഞ്ചിറയ്ക്ക് സമീപമാണ്. നാലാഞ്ചിറയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ബെനഡിക്ട് നായർ വഴി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം. ഇനി അതല്ല ശ്രീകാര്യം സൈഡിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഇടവക്കോട് വന്ന് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ്. അപ്പോൾ നാലാഞ്ചിറയിൽ നിന്നോ അല്ലെങ്കിൽ പാറോട്ടോണം കേശവദാസപുരം സൈഡിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താവുന്ന ലൊക്കേഷനിലാണ് ജെ ക്രിയേഷൻസിൻ്റെ ജെ ഡ്രീംസ് എന്ന് പറയുന്ന ഈ ഒരു വില്ല പ്രോജക്റ്റ് ഉള്ളത്. ഇതിനകത്ത് ഇനി ബാക്കിയുള്ളത് 3 വില്ലാസ് മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് ഇവരുടെ നിർമ്മാണം. എങ്ങനെയാ വെച്ചാൽ ഇവരുടെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവരുടെ ക്വാളിറ്റി എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങളത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഇൻ കേസ് ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ താഴെ അത് പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് 3 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീടാണ്. നമുക്കിതാ ഈ മെയിൻ റോഡിൽ നിന്നുള്ള ആക്സസ് പ്രോപ്പർട്ടിയിലേക്ക് എൻട്രൻസ് വരുമ്പോഴത്തേക്കും ഈ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാ വെച്ചാൽ 3 സെൻറ്റേ ഉള്ളൂ, പക്ഷേ അതിനകത്തുള്ള മാക്സിമം സ്പേസ് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് പ്രോപ്പർട്ടി ചെയ്തിട്ടുള്ളത്. കാർ പാർക്കിംഗ് നോക്കിയാൽ നമുക്ക് വലിയൊരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലൊരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. അത് പോയിട്ട് 1-2 ബൈക്കൊക്കെ വയ്ക്കണമെങ്കിൽ അതിനുള്ള സ്ഥലവും കിട്ടും. എന്നിട്ട് ഇതാ ഇങ്ങനെ മേളിലേക്ക് കയറിയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നത്. നമുക്കിതാ വീട്ടിലേക്കുള്ള എൻട്രൻസ് ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. പൂർണ്ണമായിട്ട് ഇഷ്ടികയിലും അതുപോലെ നല്ല പ്രീമിയം മെറ്റീരിയൽസ് ഇതുപോലെ തേക്കുന്നടിയിലൊക്കെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ഒരു വീട് കേട്ടോ. വീട്ടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എന്നുവെച്ചാൽ ലൈറ്റിംഗ് വന്നിട്ട് വളരെ മിനിമലാണ്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും രാജകീയമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ്. നമുക്കിതാ ഇവിടെ TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. ഈ ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാം പ്രീമിയം ആണ്. നമുക്കിതാ ഈ വാഷ് ബേസിന് കോളറാണ്. ഈ പൈപ്പ് ഫിറ്റിംഗ് ഒക്കെ ജാഗ്വാർ ആണ്. അതുപോലെ കിച്ചൺ യൂണിറ്റ് നോക്കി ഇതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. നമുക്കിതാ ഇതുപോലൊരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫേബറിൻ്റെ ചിമ്മിനിയും ഹോബുമാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള പുൾ ഔട്ട് യൂണിറ്റ്സ് ഒക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം സ്ലീക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇതിനകത്തെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ നമുക്ക് ഇതിനകത്തൊരു കോർണർ യൂണിറ്റ് ഉണ്ട്, കാണിച്ചു തരാം. നോക്കി ഇതുപോലുള്ള കോർണർ യൂണിറ്റൊക്കെ ഇതിനകത്തെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുക്കാൻ നമ്മൾ അകത്തേക്ക് കിടന്ന് തപ്പണ്ട, വെച്ച് കഴിഞ്ഞാൽ തിരിച്ചങ്ങ് എടുത്ത് കയറ്റി ഇതുപോലെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി. കണ്ടോ, സൂപ്പർ അല്ലേ? ഈ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇതുപോലെ സോഫ്റ്റ് ക്ലോഷറൊക്കെ വരുന്ന രീതിയിലാണ് ഇതെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പിൻവശത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. ഇവിടെ ഇൻസിനറേറ്റർ അതുപോലെ ചെറിയൊരു അടുക്കളത്തോട്ടത്തിനുള്ള സൗകര്യമുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു ബെഡ്റൂമാണുള്ളത്. എല്ലാ റൂമുകളിലും ഇപ്പോൾ കബോർഡ് വന്നിട്ട് ഇതുപോലെ ചുമരിനകത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ റൂമിനകത്ത് നമുക്ക് ആ ഒരു സ്പേസ് കൺസ്ട്രെയിൻ ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ കബോർഡുകൾ തന്നെയായിരിക്കും റൂമുകളിലെല്ലാം ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ നോക്കിയ ഗ്രോഹെ ജാഗ്വാർ അതുപോലെ ഏറ്റവും പ്രീമിയം രീതിയിലാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. നോക്കി നമുക്ക് തുണിയൊക്കെ ഇടാനായിട്ടുള്ള എല്ലാ സൗകര്യവും ഏറ്റവും പ്രീമിയം രീതിയിൽ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലിൽ പോകുമ്പോൾ കാണുന്ന ഒരു ഹോട്ടൽ റൂം സെറ്റപ്പാണ് നമ്മുടെ ബാത്റൂമിനകത്ത് കയറി കഴിഞ്ഞാൽ. നമ്മുടെ സ്റ്റേഴ്സ് വന്നിട്ട് ഈ ഒരു രീതിയിൽ GAയിലും വുഡിലുമാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. വുഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് വുഡാണ്. മർബാവോ എന്ന് പറഞ്ഞിട്ട് ഒരു മലേഷ്യയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയലാണ്. മെറ്റീരിയലല്ല, വുഡാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങുന്നടിയൊക്കെ പോളിഷ് ചെയ്ത് വെച്ച കണക്കാണ് ഇതുള്ളത്. നല്ല നീറ്റായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ആ സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്കും ഈ ഒരു ലാൻഡിങ് സ്പേസ് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ, അതായത് ഇവിടെ നമുക്കൊരു വർക്ക് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാം. ഇവിടെ ഇരുന്ന് ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോർണറിൽ നമുക്ക് റിലാക്സ് ചെയ്യാം. ഇവിടെ ഇതുപോലൊരു കോർണർ വിൻഡോ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു ഫാൻസി ലൈറ്റ് കൂടെ ആയപ്പോൾ നല്ല രസമായി. ഇവിടെ നമുക്ക് അതുപോലെ പർഗോളാസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഈ സ്റ്റെയർസിലെല്ലാം തന്നെ ആ ഒരു വുഡൻ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഈ കാണുന്ന പോലെ ചെറിയൊരു കോമൺ സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ. ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെ ചെറിയൊരു ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങാം. അവിടെ നിന്ന് ടെറസിലേക്കുള്ള സ്റ്റേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിൻവശത്തേക്കുള്ള വില്ലാസിലേക്കുള്ള വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് 2 ബെഡ്റൂംസാണ് വരുന്നത്. മേളത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് തന്നെയാണ്. ഒരു 1500 സ്ക്വയർ ഫീറ്റ് വീടെന്ന് ഇതിനെ കണ്ടാൽ പറയത്തില്ല കേട്ടോ. കാരണം അലമാരെല്ലാം നോക്കിയാൽ ചുമരിനകത്തേക്കാക്കി അപ്പുറത്തെ, അതായത് അതിനകത്തേക്ക് ഇൻകൾക്കേറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്പേസ് കൺസ്ട്രെയിൻ ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല കേട്ടോ. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സിമിലർ ഫിറ്റിംഗ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജാഗ്വാർ, ഗ്രോഹെ, സിംബോളോ തുടങ്ങി ഏറ്റവും പ്രീമിയം മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഈ കാണുന്ന ഒരു വലിയൊരു
ഗ്ലാസ് പാർട്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്കൊരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ സാധിക്കും. ഇതാ ഈ കാണുന്ന പോലെ വലിയൊരു കബോർഡ് വർക്ക് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാം കേട്ടോ. അതിൻ്റെ പിൻവശത്തായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം. ഞാൻ പറഞ്ഞില്ലേ ഇതിൽ എവിടെയൊക്കെ ഒരു സ്പേസിൻ്റെ കാര്യം എങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും ആ രീതിയിലെല്ലാം ഇതിനകത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ഫിറ്റിങ്സ് ആണ്. ഇതാ ഇവിടെ നിന്ന് നമുക്കിങ്ങനെ ഒരു ബാൽക്കണി സ്പേസിലേക്ക് ഇറങ്ങാൻ സാധിക്കും. ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടാണ് ഇതിന് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില, അതായത് 3 സെന്റിൽ 1500 സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഒരു വീടിന് ഉദ്ദേശിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. ഇനി അതല്ല, നമുക്ക് ഇതിനകത്ത് തന്നെ കുറച്ചുകൂടെ വലിയൊരു വീടുണ്ട്. 4.1 സെൻസിൽ 1930 സ്ക്വയർ ഫീറ്റ് വരുന്ന വലിയൊരു വീട് അവൈലബിൾ ആണ്. അതാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് 1,04,00,000 രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിലൊക്കെ വളരെ ചെറിയ രീതിയിലുള്ള, കാരണം അത്രയും നീറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള വീടാണ്. നമുക്ക് പേഴ്സണലി അറിയാമെന്നുള്ളൊരു വീടാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കുറച്ചപ്പുറത്താണ് എൻ്റെ വീട്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി അറിയാമെന്നുള്ളൊരു പ്രോജക്റ്റാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വന്ന് കാണുക, നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് സംസാരിക്കുക, എന്നിട്ട് ഡീലാക്കുക. ഇത് നല്ലൊരു ഡീലാണ്. അതായത് നാലാഞ്ചിറയിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷൻ. മാർവേനേസിൻ്റെ ഏകദേശം പിറകിലായിട്ട് വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ചോ. നല്ലൊരു പ്രോപ്പർട്ടിയാണ്, മിസ്സാക്കല്ല.